നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ന്യൂസിലാൻഡിനെതിരായ ടി20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിനിടയിലും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശയുടെ ഒരു നിമിഷം സമ്മാനിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ ക്രീസ് വിട്ടത്. റൺമല പടുത്തുയർത്തുന്നതിൽ ഇന്ത്യൻ യുവനിര മത്സരിച്ചപ്പോൾ മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് മുതലാക്കാൻ സാധിക്കാതെ പോയ സഞ്ജുവിന്റെ പുറത്താകൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വെറും 10 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. 7 പന്തുകൾ നേരിട്ട അദ്ദേഹം 2 ബൗണ്ടറികൾ പായിച്ചെങ്കിലും വലിയൊരു ഇന്നിംഗ്സിലേക്ക് അത് വളർത്താനായില്ല. കെയിൽ ജാമിസണിന്റെ പന്തിൽ മിഡ് വിക്കറ്റിൽ രജിൻ രവീന്ദ്രയ്ക്ക് ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങിയത്. എന്നാൽ സഞ്ജുവിന്റെ ഈ പുറത്താവലിന് പിന്നിൽ കിവീസ് ബൗളർമാർ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ കണ്ണേറ് കൂടിയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെയും കമന്ററി ബോക്സിലെയും സംസാരം. കമന്റേഴ്സ് കേഴ്സ് എന്ന ക്രിക്കറ്റ് ലോകത്ത് തമാശ രൂപേണ വിളിക്കുന്ന ആ നിർഭാഗ്യകരമായ നിമിഷം നാഗ്പൂരിൽ അരങ്ങേറിയത് സഞ്ജുവിന്റെ കാര്യത്തിലായിരുന്നു. ഏകദിന പരമ്പരയിലെ തോൽവിക്ക് ശേഷം ടി20യിൽ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഓപ്പണറായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിംഗ്സ് തുടങ്ങിയത്. ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ ആക്രമിച്ചു കളിക്കാൻ തുടങ്ങിയതോടെ സഞ്ജുവിനും ആത്മവിശ്വാസം ലഭിച്ചു. 2ാം ഓവർ എറിയാൻ ന്യൂസിലാൻഡ് പേസർ കെയിൽ ജാമിസൺ എത്തിയതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജാമിസണിന്റെ ആദ്യ പന്ത് തന്നെ സഞ്ജു സാംസൺ തന്റെ ട്രേഡ്മാർക്ക് ശൈലിയിൽ പുൾ ചെയ്ത് ബൗണ്ടറി കടത്തി. ഈ സമയത്ത് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കറും ഹർഷ ബോഗ്ലയും സഞ്ജുവിന്റെ ഷോട്ടുകളെ വാനോളം പ്രശംസിക്കാൻ തുടങ്ങി. അടുത്ത 2 പന്തുകളിൽ റൺസ് ഒന്നും നേടാനായില്ലെങ്കിലും 4ാമത്തെ പന്തിൽ സഞ്ജു വീണ്ടും ക്ലാസ് തെളിയിച്ചു. ജാമിസണിന്റെ ലെങ്ത് ബോൾ അനായാസേന മിഡ് വിക്കറ്റിന് മുകളിലൂടെ സഞ്ജു ബൗണ്ടറിയിലേക്ക് പായിച്ചു. ഈ ഷോട്ട് കണ്ടതോടെ ഗവാസ്കറിന് ആവേശമടക്കാനായില്ല. എന്തൊരു ക്ലാസ്, എന്ത് മനോഹാരിത, ബാറ്റിംഗിലെ സൗന്ദര്യമാണ് സഞ്ജു എന്ന രീതിയിലുള്ള അമിത പ്രശംസ ഗവാസ്കർ ചൊരിഞ്ഞു. സഞ്ജുവിന്റെ ടൈമിങ്ങിനെയും സാങ്കേതിക തികവിനെയും അദ്ദേഹം വാഴ്ത്തിപ്പാടി. എന്നാൽ ഗവാസ്കറുടെ ഈ വാക്കുകൾക്ക് സെക്കൻഡുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത പന്തിൽ, അതായത് ഓവറിലെ 5ാം പന്തിൽ സഞ്ജുവിന്റെ വിക്കറ്റ് തെറിച്ചു. മിഡ് വിക്കറ്റിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ച സഞ്ജുവിന് പിഴച്ചു. ബാറ്റിംഗിന്റെ ടൈമിംഗ് അല്പം തെറ്റിയപ്പോൾ പന്ത് നേരെ പോയത് അവിടെ നിലയുറപ്പിച്ചിരുന്ന രജിൻ രവീന്ദ്രയുടെ കൈകളിലേക്കാണ്. അനായാസമായൊരു ക്യാച്ചിലൂടെ സഞ്ജു പുറത്ത്. ഗവാസ്കറുടെ പ്രശംസ കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം വിക്കറ്റ് വീണതോടെ കമന്റ്